ബിഗ് ബോസ് വീട്ടിലെ രണ്ട് സ്വേച്ഛാധിപതികൾ വരാൻ പോവുകയാണ്. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിയമങ്ങളുണ്ടാക്കി മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ കഴിയുന്ന അത്രയും പവറുള്ള രണ്ട് സ്വേച്ഛാധിപതികളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ബിഗ് ബോസിന്റെ കീഴിലാണ് ഈ സ്വേച്ഛാധിപതികൾ വരുന്നത്. അതുകൊണ്ട് ഒരു പരിധി വരെ മാത്രമേ അവർക്ക് നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും അവിടെ ബാക്കിയുള്ളവരെക്കാളും ഒരു ആ വീടിൻ്റെ ഒരു സർവാധികാരികൾ തന്നെയാണ്. പണിപ്പുരയ്ക്കകത്തും അവർക്ക് പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. സ്വേച്ഛാധിപതികൾ എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ അനുസരിപ്പിക്കുക എന്നുള്ളതാണല്ലോ സ്വേച്ഛാധിപത്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരാനും കഴിയും, അത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാനും കഴിയും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ലൈവിൽ രണ്ട് സ്വേച്ഛാധിപതികളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ലൈവിൽ. ക്യാപ്റ്റന് ഈ ഒരു ഗെയിമിലേക്ക് മത്സരിക്കാൻ സാധിക്കത്തില്ല. ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ ഗാർഡൻ ഏരിയയിൽ നിരന്ന് നിൽക്കുകയാണ്. നല്ല പൊരി വെയിലത്താണ് അവർ നിരന്ന് നിൽക്കുന്നത്. അവർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു പോഡിയമുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ പോയി സംസാരിക്കേണ്ടതുണ്ട്. എല്ലാവരും തന്നെ സംസാരിക്കണം, മത്സരിക്കുന്ന എല്ലാവരും തന്നെ ഒരു സമയത്ത് സംസാരിക്കണം. അപ്പോൾ അയാളോട് ഒരു ചോദ്യം ചോദിക്കും. 3 മിനിറ്റ് ദൈർഘ്യമാണുള്ളത് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും. അപ്പോൾ ആ 3 മിനിറ്റ് ദൈർഘ്യത്തിൽ ബാക്കി എല്ലാവരും കൂടി ആലോചിച്ച് ഒരു ചോദ്യം പോഡിയത്തിൽ നിൽക്കുന്ന ആളോട് ചോദിക്കും. അയാൾ അതിന് കൃത്യമായിട്ട് മറുപടി പറയണം. അങ്ങനെ എല്ലാവരും ചോദ്യത്തിന് ഉത്തരം പറയണം. അങ്ങനെ അവർ ഉത്തരം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മത്സരാർത്ഥികളെ സെലക്ട് ചെയ്യും. അവർ തമ്മിൽ വീണ്ടും ഒരു ടാസ്ക് ഉണ്ട്. അത് നമ്മൾ പ്രൊമോയ്ക്കകത്ത് കണ്ടിരുന്നു. അതിൽ നിന്നാണ് രണ്ട് സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു ലൈവിൽ ഇത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആരാണ് സ്വേച്ഛാധിപതി ആയതെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.